ശാന്തി 20/7/2021. മധുരസന്താനങ്ങളെ, ഈ സഭയിൽ ബഹിർമുഖിയായി ഇരിക്കരുത്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബന്ധുമിത്രാദികൾ അഥവാ തൊഴില്, വ്യാപാരം ഇവയെ ഓർമ്മിക്കുന്നതിലൂടെ വായുമണ്ഡലങ്ങളിൽ നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ വിഘ്നം വരികയാണ്. ഞാൻ യോഗ ചെയ്യുന്ന എൻ്റെ അടുത്തുള്ള ആൾ ബന്ധുമിത്രാദികളെയും തൊഴിലും വ്യാപാരവും ഒക്കെ ഓർമ്മിക്കുകയാണെങ്കിൽ ഉടനെ അടുത്തിരിക്കുന്നവർക്ക് ആ തോട്ടിന്റെ എഫക്റ്റ് ഉണ്ടാകുന്ന പറയുന്നത്. അതുകൊണ്ട് ഈ സഭയിൽ ബഹിർമുഖിയായി ഇരിക്കരുത്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബന്ധുമിത്രാദികൾ അഥവാ തൊഴിൽ ഇവയെ ഓർമ്മിക്കുന്നതിലൂടെ വായുമണ്ഡലത്തിൽ വിഘ്നങ്ങൾ വരും. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ ആത്മീയ ഡ്രില്ലിന്റെ വിശേഷത എന്താണ്? അത് മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഉത്തരം: നിങ്ങളുടെ ആത്മീയ ഡ്രില്ല് ബുദ്ധിയുടെ ഡ്രില്ലാണ്. വിശേഷത: നിങ്ങൾ പ്രിയതമയായി തന്റെ പ്രിയതമനെ ഓർമ്മിക്കുകയാണ്. ഇതിന്റെ സൂചനയാണ് ഗീതയിൽ വന്നിരിക്കുന്നത് മന്മന ഭവ. പക്ഷേ മനുഷ്യര് തന്റെ പ്രിയതമനെ, പരമാത്മാവിനെ അറിയുന്നേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഡ്രില്ല് ചെയ്യാൻ സാധിക്കും? അവർ പരസ്പരം ഭൗതിക ഡ്രില്ലാണ് പഠിപ്പിക്കുന്നത്. ഓം ശാന്തി. മക്കളും മനസ്സിലാക്കുന്നുണ്ട്, ബാബയും മനസ്സിലാക്കുന്നുണ്ട്. മക്കള് യോഗം ചെയ്യിപ്പിക്കുന്നവര് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓർമ്മയുടെ യാത്രയാകുന്ന ഡ്രില്ലാണ് ചെയ്യിപ്പിക്കുന്നത്. വാഗൊണ്ടൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. ആരുടെ ഓർമ്മയിലായിരിക്കുന്നത്? പരംപിതാ പരമാത്മാ ശിവന്റെ. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ നാം ചെയ്ത വികർമ്മങ്ങളെല്ലാം ഭസ്മമാകുകയാണ്, വികർമാജീതാകുകയാണ്. എങ്ങനെ വികർമാജീതാകുന്നത്? എത്രത്തോളം ബാബയുടെ ഓർമ്മയാകുന്ന ഡ്രില്ലിൽ ഇരിക്കുന്നു. ഇത് ആത്മാവിന്റെ ഡ്രില്ലാണ്, ശരീരത്തിന്റെ അല്ല. ഭാരതത്തിൽ ഡ്രിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതെല്ലാം ഭൗതികമാണ്. ഇത് ആത്മീയ ഡ്രില്ലാണ്. ഈ ആത്മീയ ഡ്രില്ല് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ആത്മീയ ഡ്രില്ലിന്റെ സൂചന ഗീതയിൽ തീർച്ചയായും ഉണ്ട്. ഭഗവാനുവാശ് അഥവാ ഭഗവാൻ മക്കൾക്ക് പ്രതിയുള്ള മഹാവാക്യമാണ്. ഭഗവാന്റെ മഹാവാക്യം മക്കൾക്ക് പ്രതി. നിങ്ങളിപ്പോൾ ഭഗവാൻ ശിവ് ബാബയുടെ മക്കളായിരിക്കുകയാണ്. മക്കൾക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കും. ബാബയും ഡ്രില്ല് പഠിക്കുന്നുണ്ട്, മക്കളും ഇതേ ഡ്രില്ലാണ് പഠിപ്പിക്കുന്നത്. കൽപ്പത്തിന് മുൻപും ബാബ ഇതാണ് പറഞ്ഞത്, അച്ഛനായ എന്നെ ഓർമ്മിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷേ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ടും ചില തന്റെ ബന്ധുമിത്രാദികളും തൊഴിലും ഒക്കെ ഓർമ്മിക്കുകയാണ്. അപ്പൊ വായുമണ്ഡലത്തിൽ വിഘ്നങ്ങളാണ്. ബാബ പറയുന്നു, എങ്ങനെ നിങ്ങളിവിടെ ഓർമ്മയിലിരിക്കുന്നു അതേപോലെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കണം. എങ്ങനെ? പ്രിയതമകൾ പ്രിയതമനെ ഓർമ്മിക്കാറുണ്ട്, പ്രിയതമനും പ്രിയതമയെ ഓർമ്മിക്കാറുണ്ട്. പരസ്പരം പ്രിയതമനും പ്രിയതമയും ഓർമ്മിക്കാറുണ്ടല്ലോ. അവരുടെ ഓർമ്മ ഭൗതിക ഓർമ്മയാണ്, നിങ്ങളുടേത് ആത്മീയ ഓർമ്മയാണ്. ആത്മാക്കൾ ഭക്തിമാർഗത്തിൽ പ്രിയതമകളാണ്. പരംപിതാ പരമാത്മാവോ പ്രിയതമൻ. പക്ഷേ പ്രിയതമൻ ആരാന്ന് അറിയുന്നില്ല, ആത്മാവെന്താണെന്നും അറിയുന്നില്ല. പ്രിയതമന്റെ അച്ഛൻ വന്നിരിക്കുകയാണ്. ഭക്തിമാർഗം മുതൽ ആത്മാക്കൾ പ്രിയതമകളായിരിക്കുകയാണ്. ഇത് ആത്മാ പരമാത്മാവിന്റെ വിഷയമാണ് ഇവിടുത്തെ. ബാബ മക്കൾക്ക് സന്മുഖത്തിൽ പറയുന്നു, നിങ്ങൾ പ്രിയതമയായി പ്രിയതമനെ ഓർമ്മിക്കൂ, വരൂ ബാബ, ഞങ്ങളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ, കൂടെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ദുഃഖധാമം മരണലോകം വിനാശമാകും, അമരലോകം ജയിക്കും, മരണലോകം പോകും. നിങ്ങളിപ്പോൾ ബ്രാഹ്മണ മക്കളാണ്. നിങ്ങളിലും നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചാണ്. കുട്ടികളെ, പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ നരകവാസിയിൽ നിന്നും 21 ജന്മങ്ങൾക്ക് സ്വർഗവാസി ആകുകയാണ്. ആരെങ്കിലും മരിച്ചാ പറയും സ്വർഗവാസി ആയി എന്ന്. പക്ഷേ എത്ര സമയത്തിന് വേണ്ടിയാണ് സ്വർഗവാസി ആയത് ഇതാരും അറിയുന്നില്ല. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗവാസി ആകാൻ.
ഇതാരാ നിങ്ങൾക്ക് നിശ്ചയം തരുന്നത്? ഗീതയുടെ ഭഗവാൻ. പക്ഷേ ഗീതയുടെ ഭഗവാൻ ഒരേ ഒരു നിരാകാരിയാണ്. മനുഷ്യര് വിചാരിക്കുന്നു നിരാകാരൻ, നിരാകാർത്തോ നിരാകാർഹിഹെ, നിരാകാരനാണ് എന്നാണ്. പക്ഷെ എവിടെയാണ് നിരാകാരൻ? എങ്ങനെയാ ഇവിടെ വരിക? നിരാകാരൻ നിരാകാരിയാണല്ലോ, എങ്ങനെ നിരാകാരൻ ഇവിടെ വരും? ബാബയെ അറിയാത്തത് കാരണം ഡ്രാമ അനുസരിച്ച് കൃഷ്ണന്റെ പേര് മാറ്റി ഇട്ടിരിക്കുകയാണ്. കൃഷ്ണനും ശിവനും സംബന്ധം ഈ സമയത്ത് വളരെ അടുപ്പമുള്ള സംബന്ധമാണ്. ശിവജയന്തി സംഗമത്തിലാണ്. പിന്നെ നാളെ കൃഷ്ണ ജയന്തിയാണ്. ശിവജയന്തി രാത്രി, കൃഷ്ണ ജയന്തി പകല്, പ്രഭാതം എന്നാണ് പറയുന്നത്. ശിവരാത്രി പൂർത്തിയാകുമ്പോൾ പിന്നെ കൃഷ്ണ ജയന്തിയാണ്. ഈ കാര്യങ്ങൾ കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. നിയമവും ഉണ്ട്. ഇവിടെ സഭയിൽ ആരും സന്മുഖത്തിൽ ഇവിടെ സഭയിൽ ആരും ബഹിർമുഖിയായി ഇരിക്കരുത്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. മനുഷ്യർ വിളിക്കുന്നു, ഹേ പതീത പാവന, വരൂ വന്ന് പാവനമാക്കൂ. പക്ഷെ ഡ്രാമ അനുസരിച്ച് കല്ലുബുദ്ധികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അറിയുകയാണെങ്കിൽ പറയണ്ടേ? അവർക്ക് അറിയില്ല. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്തിമമാണ്. ബാബ വരുന്നു, അപ്പോഴാണ് ആരംഭം. മനുഷ്യർ പൂർണ്ണമായും ഘോര അന്ധകാരത്തിനാണ്. ലോകരെ വിചാരിക്കുന്നു കലിയുഗം ഇനിയും 40,000 വർഷം ഉണ്ട് എന്ന്. പരിധിയില്ലാത്ത അച്ഛൻ മനസ്സിലാക്കി തരുന്നു, പരിമിതിക്കുള്ളിലുള്ള ബാബ വരുമ്പോഴാണ്. പരിമിതിക്കുള്ളിലുള്ള ബാബ ഒരിക്കലും പതീത പാവനനാകാൻ സാധിക്കില്ല. ബാബു എന്ന പേര് അനേകർക്ക് ഉണ്ട്. വയസ്സായവരെയും ബാബുജി എന്ന് പറയും, അല്ലെങ്കിൽ പിതാജി എന്ന് പറയും. അല്ലെ, നമ്മളിവിടെ അപ്പച്ചൻ അമ്മച്ചി എന്നൊക്കെ പറയാറില്ലേ, അപ്പൂപ്പ എന്നൊക്കെ. ആത്മീയ പിതാശ്രീ ഒന്നേ ഒന്നാണ്. ആ പിതാശ്രീയാണ് പതീത പാവനൻ, ജ്ഞാനസാഗരൻ. മക്കളെ പാവനമാക്കാൻ വേണ്ടി ജ്ഞാനം ആവശ്യം ആണ്. വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടൊന്നും ആരും പാവനമാകുകയില്ല. നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മുടെ മുന്നിൽ ഈ ശരീരത്തിൽ പ്രത്യക്ഷമാണ്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർക്ക് രാജയോഗം പഠിപ്പിക്കുകയാണ്. ലോകര് പറയുന്നു ഭഗവാൻ അർജുനന് വേണ്ടിയാണ്. ബ്രാഹ്മണരുടെ പേരുമില്ല, അടയാളവും ഇല്ല. പറയുന്നുണ്ട് ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന. സ്ഥാപന ബ്രഹ്മാവിലൂടെയാണല്ലോ, വിഷ്ണുവിലൂടെ അല്ല, ശങ്കറിലൂടെയും അല്ല. കുട്ടികളെ, നിങ്ങൾക്ക് എന്തുമാത്രം അറിവാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ബാബയ്ക്ക് ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. തിരിച്ച് ഒരാത്മാവിന് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ആരെല്ലാം വരുന്നോ അവർ സത്തോ രജോ തമോ പാസ്സാകുക തന്നെ വേണം. കൃഷ്ണനും പൂർണ്ണമായി 84 ജന്മങ്ങൾ എടുക്കുകയാണ്. പൂർണ്ണമായും 5000 വർഷത്തിന്റെ പാർട്ട് അഭിനയിച്ചു. എപ്പോഴാണോ ആത്മാവ് ആ ഉദരത്തിൽ പ്രവേശിക്കുന്നത്, പിന്നീടാണ് ജനിക്കുന്നത്. കൃഷ്ണന്റെ ആത്മാവും സത്യുഗത്തിലാണ് വരുന്നത്. ഗർഭത്തിൽ പ്രവേശിച്ച മുതൽ 5000 വർഷം 84 ജന്മങ്ങൾ എടുത്ത് പാർട്ട് അഭിനയിച്ചിരിക്കുകയാണ്. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടല്ലോ. ശിവബാബ ഈ ശരീരത്തിൽ ഇരിക്കുകയാണ്. കൃഷ്ണന്റെ ആത്മാവും ഗർഭത്തിൽ വരുമ്പോഴാണ് അനക്കം ഉണ്ടാകുന്നത്. അപ്പോൾ മുതൽ ഇന്ന് വരെ 5000 വർഷത്തിന്റെ കണക്ക് നമുക്ക് എടുക്കാം. അഥവാ കൂടുതലും കുറവാണെങ്കിൽ 5000 വർഷത്തിൽ നിന്ന് കുറയും. ഇത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ കൃഷ്ണന്റെ ജന്മത്തിനെ കുറിച്ചൊക്കെ? കുട്ടികൾക്കറിയാം, കൃഷ്ണന്റെ ആത്മാവ് വീണ്ടും ഈ ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ശ്രീകൃഷ്ണനാകാനായിട്ട് നിങ്ങളും കംസപുരിയിൽ നിന്നും കൃഷ്ണപുരിയിലേക്ക് പോകുകയാണ്. ഈ കാര്യങ്ങൾ ബാബയാണ് മക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു മായ വളരെ ശക്തമാണ്. നല്ല നല്ല മഹാരഥികളെയും വീഴ്ത്തും. ജ്ഞാനം എടുത്തെടുത്ത് ഗ്രഹപ്പിഴ പിടിക്കുന്നവരും ഉണ്ട്. അത്ഭുതകരമായ കഥയാണെന്ത്. ജ്ഞാനം കേട്ടു, മറ്റുള്ളവരോട് പറഞ്ഞു, പിന്നെ അവരെ മായ പിടിച്ചുകൊണ്ട് പോയി, വിട്ടും പോയി ജ്ഞാനമാർഗം. അപ്പൊ അവരുടെ സമ്പാദ്യത്തിൽ ഗ്രഹപ്പിഴ വരികയാണ്. രാഹുഗ്രഹണം എല്ലാവർക്കും പിടിക്കും. ഇപ്പോൾ നിങ്ങളിൽ ബൃഹസ്പതി ദശയാണ്. പിന്നെ പോകെ പോകെ രാഹുഗ്രഹണം വരും. അപ്പോഴാണ് പറയുന്നത് മഹാൻ ബുദ്ധൂസിനെ ഇവിടെ കാണണമെങ്കിൽ, മഹാൻ ബുദ്ധൂസിനെ ലോകത്ത് എവിടെയെങ്കിലും കാണണോ, ഇവിടെ വന്ന് കണ്ടാൽ മതി. ആത്മാവും പറയുന്നുണ്ട് ഞാൻ ബാബ എടുത്ത് സദാ സുഖത്തിന്റെ ആസ്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ കൽപ്പത്തിന് മുൻപും ഈ ആസ്തി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടും ഉണ്ട്. വീണ്ടും ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്. പുറത്ത് നിങ്ങളുടെ സെന്ററിൽ അനേകര് വരും ജ്ഞാനം മനസ്സിലാക്കാൻ. ഇത് ഇന്ദ്രസഭയാണ്. എവിടെ? മധുബൻ. സെന്ററിൽ പലരും വരും, പക്ഷെ മധുബൻ ഇന്ദ്രസഭയാണ്. ഇന്ദ്രൻ ശിവബാബ ജ്ഞാനം മഴ പൊഴിയിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെയുള്ള സഭയിൽ പതീതർക്കൊന്നും വരാൻ പാടില്ല. പറയാണ്, സഹോദരിമാര് നല്ല നല്ല രത്നങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അവരോട് പറയും, നിങ്ങളുടെ കൂടെ മധുബനി വന്നിട്ട് വികാരത്തിൽ പോകുന്നവരെ ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറയും. വികാരികളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നവർക്കാണ് ഉത്തരവാദിത്വം. വികാരികളെ കൂടെ കൊണ്ടുപോയാൽ അവരിൽ ഒരുപാട് പാപത്തിന്റെ ഭാരം കയറുന്നുണ്ട്. പിന്നെ വളരെ ശക്തമായ ശിക്ഷയാണ് കിട്ടുക. പറയുന്നത് സഹോദരിമാര്, മാലാഖമാര്, സഹോദരിമാരിൽ ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. പറയുന്നുണ്ട്, മാനസരോവരിൽ സ്നാനം കുളിച്ചാൽ ഫരിഷ്ഠയാകാം. വാസ്തവത്തിൽ ജ്ഞാന മാനസരോവരമാണ് ഉദ്ദേശിക്കുന്നത്. ബാബ മനുഷ്യ ശരീരത്തിൽ വന്ന് ജ്ഞാനമഴ പൊഴിക്കുകയാണ്. ബാബ ജ്ഞാനസാഗരനാണല്ലോ. നിങ്ങൾ നദികളാണ്, സരോവരവുമാണ്. ജ്ഞാനസാഗരൻ ഈ ശരീരത്തിൽ ഇരുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകാൻ. സ്വർഗത്തിൽ ശ്രീ ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ്. ഇത് പവിത്രമായ കുടുംബ ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശവുമാണ്. പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ജ്ഞാനചിതയിൽ ഇരുന്ന് ശ്രീ ലക്ഷ്മി ശ്രീ നാരായണനാകുകയാണ്. ഉയർന്ന പദവിയാണല്ലോ. അരകൽപ്പം ആത്മാവ് പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ വിളിച്ചിട്ട്. ഭഗവാനെ വന്നിപ്പോ ജ്ഞാനയോഗം പഠിപ്പിച്ച ആത്മാവിനെ പാവനമാക്കുകയാണ്. ബാബ സൂചന തരുന്നു. ഭാരതവാസി ദേവി ദേവന്മാരെ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ അവർ 84 ജന്മം എടുത്തവരും ആണ്. ആരൊക്കെ ദേവി ദേവന്മാരുടെ ഭക്തരാണോ അവർക്കും ഈ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് ബാബ വന്ന 3 ധർമ്മം സ്ഥാപിക്കുന്നത്? ബ്രാഹ്മണ, സൂര്യവംശി, ചന്ദ്രവംശി, ഈ 3 ധർമ്മം ബാബ സ്ഥാപിക്കുകയാണ്. അരകൽപ്പം പിന്നെ മറ്റു മതങ്ങളൊന്നും സ്ഥാപിക്കപ്പെടുന്നില്ല. പിന്നെ അരകൽപ്പത്തിന് ശേഷം എത്ര മഠങ്ങളും ആശ്രമങ്ങളും ധാരാളം ഉണ്ടാകുകയാണ്. അരകൽപ്പം ഏകധർമ്മം. പിന്നെ സംഗമയുഗത്തിൽ ഭാവിക്ക് വേണ്ടി രാജധാനി സ്ഥാപിതമാകുകയാണ്. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ വേണം നാം നമ്മുടെ ധർമ്മം സ്ഥാപിക്കാൻ. ഇവിടെ ബാബ അരകൽപ്പത്തിന് ഏകധർമ്മം സ്ഥാപിക്കുകയാണ്. വേറെ ആർക്കും ആ പവർ ഇല്ല. ബാബ നിങ്ങളെ തന്റേതാക്കി സൂര്യവംശി, ചന്ദ്രവംശി കുലം സ്ഥാപിക്കുകയാണ്. ബാക്കി എല്ലാം വിനാശമാണ്. എല്ലാ ആത്മാക്കളും ശാന്തിയിലേക്ക് പോകും. നിങ്ങൾ സുഖത്തിലേക്ക് വരും. ആ സമയത്ത് ദുഃഖമൊന്നും ഇല്ല. ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ദുഃഖം ഇല്ല. ഈ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ബാബ ജ്ഞാനസാഗരനാണ്. ബാബ ജ്ഞാനം തരികയാണ്. സാഗരൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ സ്വയത്തെ സാഗരം എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ബാബയുടെ സഹായിയാകുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ജ്ഞാന ഗംഗകൾ. ബാബ സാഗരൻ, നമ്മൾ ഗംഗകൾ. ബാക്കിയെല്ലാം വെള്ളം ഒഴുകുന്ന നദികളാണ്. ബാബ പറയുന്നു, സാഗരനായ കുട്ടികളെ, സാഗരന്റെ മക്കളായ നിങ്ങൾ കാമചിതയിൽ ഇരുന്ന് കറുപ്പായി പതീതരായി ഇപ്പോൾ വീണ്ടും എന്നെ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ പാവനമാകും. ഈ സൃഷ്ടിചക്രം 5000 വർഷത്തിന്റെയാണ്. ഇതും ആർക്കും അറിയില്ല. സൃഷ്ടിചക്രം പൂർണ്ണമായും 4 ഭാഗങ്ങൾ, അർത്ഥം 4 യുഗങ്ങൾ. ഇത് സംഗമയുഗം, കല്യാണകാരി യുഗമാണ്. കുംഭം എന്നും പറയും. കുംഭം എന്ന് പറയുന്നത് മേളയ്ക്കാണ്, കുംഭമേള. നദി സാഗരത്തിൽ പോയി യോജിക്കുന്നു. ആത്മാവ് പരമാത്മാവിൽ യോജിക്കുകയാണ്. ഇതിനെയാണ് കുംഭം എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ മേള നിങ്ങളാണ് കാണുന്നത്. നിങ്ങൾ പരസ്പരം കാണുന്നു, സെമിനാർ നടത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കുംഭമേള. സാഗരൻ തന്റെ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് ഈ ശരീരത്തിലാണല്ലോ. ഇവിടെ എവിടെയാണോ ഈ ബ്രഹ്മാവിന്റെ ശരീരമുള്ളത് അവിടെ ജ്ഞാനസാഗരനും ഉണ്ട്. ബാക്കി നിങ്ങൾ പരസ്പരം ജ്ഞാനഗംഗകളാണ് യോജിക്കുന്നത്. നദികൾ വലിയ വലിയ നദിയും ചെറിയ ചെറിയ നദികളും ഉണ്ട്. കുളിക്കാൻ പോകും മനുഷ്യര്. ഗംഗ, യമുന, സരസ്വതിയൊക്കെ ഉണ്ടല്ലോ. ഡൽഹിയോ യമുന നദി തീരമാണ് സ്വർഗം, കൃഷ്ണപുരിയാണ്. ഡൽഹിയെ കുറിച്ച് പറയുന്നത് പരിസ്ഥാനായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ. കൃഷ്ണന്റെ രാജ്യം എന്ന് പറയാറില്ല. രാധാകൃഷ്ണൻ യുഗളാണെങ്കിൽ പിന്നെ രാധാകൃഷ്ണൻ യുഗളാണെങ്കിൽ പിന്നെ രാജ്യം ഭരിക്കണ്ടേ? ഇപ്പോൾ കുട്ടികളെ, നിങ്ങൾ എത്ര ഖുഷിയിലാണ്. ലക്ഷ്മി നാരായണനാണ് രാജ്യത്തിൽ വരുന്നത്. രാധയും കൃഷ്ണനും പ്രിൻസും പ്രിൻസസുമാണ്. മായയുടെ കൊടുങ്കാറ്റ് ധാരാളം വരും. പരിധിയില്ലാത്ത ബോക്സിംഗ് ആണ്.
ഓരോരുത്തർക്കും പഞ്ചവികാരവുമായാണ് യുദ്ധം. നമ്മൾ ആഗ്രഹിക്കുന്നു ബാബയെ നിരന്തരം ഓർമ്മിക്കണം. പക്ഷെ മായ എന്ത് ചെയ്യും? യോഗ ചെയ്യാൻ വിടില്ല. ഒരു കളിയും കാണിക്കാറുണ്ട്. പരമാത്മാവ് തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നു, മായയോ തന്നിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ ഒരു നാടകം ഉണ്ടാക്കി. സിനിമയൊക്കെ ഫാഷൻ ഇപ്പോഴാണ് വന്നത്. നിങ്ങൾ ഡ്രാമ അനുസരിച്ച് സിനിമയെ വെച്ച് മനസ്സിലാക്കി കൊടുത്തത് സിനിമ പോലെ ഡ്രാമ പോലെയാണ് എന്ന്. നാടകത്തിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരും, സിനിമയിൽ മാറ്റം വരില്ല. ഇതും അനാദി അവിനാശിയായ ഡ്രാമയാണ്, ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ആരെങ്കിലും മരിച്ചാൽ അത് അവരുടെ പാർട്ട്, അത്രയേ ഉള്ളൂ. നമ്മളെ ചിന്ത വേണ്ട. ഡ്രാമയാണല്ലോ, ശരീരം ഉപേക്ഷിച്ചു, പിന്നെ ഇനി തിരിച്ചു വരില്ല അവര്. കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇത് ദുഃഖധാമമാണ്. സത്യുഗത്തിൽ മോഹത്തെ ജയിച്ച രാജാക്കന്മാരാണ്. അതേക്കുറിച്ച് കഥയും ഉണ്ട്. സത്യുഗത്തിൽ മോഹത്തിന്റെ കാര്യമേ ഇല്ല. ഇവിടെ മനുഷ്യരിൽ നോക്കൂ, എത്ര മോഹമാണ്. കിസ്കൊറോണ നായെ കരഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കരയിപ്പിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് ഇവർ ദുഃഖിക്കുകയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അസഭ്യം പറയാൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും കരയണം. ഭാരതത്തിലാണ് ഈ സമ്പ്രദായങ്ങളൊക്കെ. ഭാരതത്തിലാണ് സുഖം, ഭാരതത്തിലാണ് ദുഃഖവും. ഒരുപാട് സുഖവും ഇവിടെയാണ്, ഒരുപാട് ദുഃഖവും ഇവിടെയാണ്. ഭാരതത്തിൽ ദേവന്മാർ രാജ്യം ഭരിച്ചിരുന്നു. വിദേശി ലോക് പൂരെ ചിത്ര ബടി ഖുഷി സെ ലേത്തെ ഹെ. വിദേശികൾ നമ്മുടെ ചിത്രങ്ങളൊക്കെ സന്തോഷമായിട്ട് മേടിച്ചുകൊണ്ട് പോകും. പഴയ സാധനത്തിന് വളരെ ബഹുമാനമുണ്ട്. ഏറ്റവും പഴയത് ശിവൻ ഇവിടെയാണ് വന്നിരുന്നത്. എന്തുമാത്രം പൂജ നടക്കുന്നത്. വീണ്ടും ശിവബാബ വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോ പൂജ ചെയ്യില്ല. ബാബ വന്നുപോയി, എന്നിട്ട് പൂജിക്കാൻ ബാബ വന്നു പോയത് കൊണ്ടാണ് ബാബയെ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛ മീഠേ മീഠേ സിഖി ലതേ ബച്ചോं प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്കുള്ള പോയിന്റ്, ഡ്രാമയുടെ ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് നിശ്ചിന്തരാകണം. യാതൊരു തരത്തിലുമുള്ള ചിന്ത പാടില്ല. കാരണം അറിയാം, ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കിയ നാടകമാണ്. നിർമോഹി ആകുക. ബാബയിലൂടെ ബൃഹസ്പതിയുടെ ദശയാണ്. അതിനെ സംരക്ഷിക്കുക. രാഹുഗ്രഹണം പിടിക്കാതിരിക്കാൻ നോക്കുക. എന്തെങ്കിലും ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദാനം കൊടുക്കൂ, ഗ്രഹപ്പിഴയൊക്കെ വിട്ടുമാറും. അർത്ഥം, ഗ്രഹപ്പിഴ നമ്മുടെ കർമ്മം കൊണ്ടാണ്. കർമ്മത്തിനെ മാറ്റിയെടുത്താൽ ഗ്രഹപ്പിഴ വിട്ടുമാറും. വരദാനം, സദാ മനനത്തിലൂടെ മഗ്ന അവസ്ഥയുടെ സാഗരത്തിൽ ലയിക്കുന്ന അനുഭവം ചെയ്യുന്ന അനുഭവി മൂർത്തി ആകൂ. അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ആധാരം മനന ശക്തിയാണ്. മനനം ചെയ്യുന്നവർ സ്വതവേ മഗ്നരായിരിക്കും. മഗ്ന അവസ്ഥയിൽ യോഗം ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നിരന്തരം യോഗമാണ്. മെഹനത്ത്, പരിശ്രമം ചെയ്യേണ്ടി വരുന്നില്ല. മഗ്നം അർത്ഥം സ്നേഹസാഗരത്തിൽ അങ്ങ് ലയിക്കുക. അങ്ങനെ ലയിച്ചിരിക്കുന്നവരെ ആർക്കും വേർപെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പരിശ്രമത്തിൽ നിന്നും മോചിതരാകൂ. സാഗരന്റെ മക്കളാണ്. അതിനാൽ അനുഭവമാകുന്ന കുളത്തിലല്ല പോകേണ്ടത്, സാഗരത്തിൽ അങ്ങ് ലയിക്കൂ. എങ്കിൽ പറയാം അനുഭവി മൂർത്തി. അർത്ഥം, ബാബ തരുന്ന ഒരു പോയിന്റ് മനനം ചെയ്ത് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. സ്ലോഗൻ, ജ്ഞാനസ്വരൂപ ആത്മാവിന്റെ ഓരോ സങ്കല്പവും ഓരോ സെക്കൻഡും സമർത്ഥമായിരിക്കണം. ദീദിയുടെ പോയിന്റാണ്. യോഗി കർമ്മയോഗി എന്ന ജീവിതത്തിന്റെ മാതൃകയായിരുന്നു ദീദി. ദീദി സ്വയം യോഗയ്ക്ക് ഗഹരെ. ദീദി സ്വയം യോഗത്തിന്റെ ആ ആഴത്തിലുള്ള അവസ്ഥ അനുഭവം ചെയ്യുമായിരുന്നു. അമൃതവേള വിശേഷമായി സ്വയം സംഘടിത രൂപത്തിൽ യോഗം ചെയ്യിപ്പിക്കുമായിരുന്നു. ഒപ്പം കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് യോഗത്തിൽ ഇരിക്കേണ്ടത് അതും ദീദി എന്ത് ചെയ്യുമായിരുന്നു? മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അതിൽ ശ്രദ്ധിക്കാൻ പറയുമായിരുന്നു. അവ്യക്ത രൂപത്തിലും യജ്ഞത്തിന്റെ കാര്യത്തിൽ ബ്രഹ്മബാബ അവ്യക്തായപ്പോഴേ
യജ്ഞത്തിന്റെ കാര്യം നിർവിഘ്ന രൂപത്തിൽ നടത്താൻ ദീദി ഇടയ്ക്കിടയ്ക്ക് വിശേഷമായി മൗനം അഥവാ അവ്യക്ത ഭാഷയിലൂടെ എല്ലാവരിലും സൈലൻസിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രേരണ കൊടുക്കുമായിരുന്നു. സ്വമാനം: ഞാൻ ആത്മാവ് അനുഭവി മൂർത്തിയാണ്. ഓം ശാന്തി.